പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമ്മളിന്ന് പറയാൻ വേണ്ടി പോവാം. നല്ല ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ഒരു ആത്മീയ ജീവിതം എന്താണ് എന്നുവെച്ചാൽ നമുക്ക് ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. ഭൗതിക കാര്യങ്ങളെല്ലാം കർത്താവ് നോക്കിക്കോളും, അല്ലേ? ഭൗതിക കാര്യങ്ങളെല്ലാം കർത്താവ് നോക്കിക്കോളും. നമ്മുടെ ആത്മീയ ജീവിതം ശരിയായാൽ ഭൗതിക ജീവിതം കർത്താവ് നോക്കിക്കോളും. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയൊക്കെ അന്വേഷിച്ചാൽ, എന്ന് വെച്ചാൽ സ്പിരിച്വലായ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധ കൊടുത്താൽ ബാക്കി കാര്യങ്ങൾ ആര് ശ്രദ്ധിച്ചോളും? ഈശോ ശ്രദ്ധിച്ചോളും. ഒരു വിശുദ്ധൻ ഇങ്ങനെ പറഞ്ഞാണ്, ആളുടെ പേര് ഞാൻ മറന്നുപോയി, ഞാൻ ഈശോയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ എൻ്റെ കാര്യം ആര് ശ്രദ്ധിച്ചോളും? ഈശോ ശ്രദ്ധിച്ചോളും. അത് ഒരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈശോയുടെ കാര്യം, ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിച്ചോ, ഭൗതിക കാര്യങ്ങൾ കർത്താവ് നോക്കിക്കോളും, ഉറപ്പാണ്. പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ സെമിനാരിൽ പോയ സമയത്ത് പിന്നെ ഒരു ദിവസം ചാച്ചൻ കള്ളു കുടിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. കള്ളു കുടിച്ചിട്ടുള്ള പ്രാർത്ഥന കർത്താവ് കേൾക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ കേട്ടു. കേൾക്കാൻ വേണ്ടി നിങ്ങൾ കള്ളു കുടിക്കാൻ പോകണ്ട. എൻ്റെ ചാച്ചൻ നല്ലതാനായതുകൊണ്ടും എൻ്റെ ചാച്ചനായതുകൊണ്ടും ഈശോ പെട്ടെന്ന് പ്രാർത്ഥന കേട്ടു. ചാച്ചൻ ഇങ്ങനെ ഒരു ദിവസം കുടിച്ചിട്ട് പ്രാർത്ഥിച്ചാണ്, ഒരെണ്ണേ ഉള്ളു, അതിനെ തന്നിട്ടുണ്ട്, ഇനി ഞങ്ങളുടെ കാര്യം നീ നോക്കിക്കോണം. സോ സിമ്പിൾ. ഓക്കെ, എന്നുവെച്ചാൽ ഇച്ചിരി ആത്മീയത മീൻസ് ഇച്ചിരി പോസ്റ്റ് ലാംഗ്വേജിൽ പറഞ്ഞാൽ, കർത്താവെ ഈ വീടിൻ്റെ കാര്യം നോക്കാൻ ഉള്ള ആളെ നിൻ്റെ കയ്യിലോട്ട് തന്നിട്ടുണ്ട്, ഈ വീടിൻ്റെ കാര്യം നീ നോക്കിക്കൊള്ളുക. പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് വെച്ചാൽ സിമ്പിളാണ്. ചാച്ചൻ്റെ തിയോളജി ഒന്നും എടുക്കണ്ട, സിമ്പിളായിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ എടുത്തേക്കുക. നീ ഈശോയുടെ കാര്യം നോക്കിയാൽ നിൻ്റെ കാര്യം ആര് നോക്കിക്കോളും? ഈശോ നോക്കിക്കോളും. അടുത്തിരിക്കുന്നവരോട് പറ, നിൻ്റെ കാര്യം ആര് നോക്കും? ആൾക്കാർ നമ്മളെ ഭീഷണിപ്പെടുത്തില്ല, നിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അങ്ങനെയല്ല. പക്ഷെ എന്നാ ചെയ്യണം? നിൻ്റെ കാര്യം ഈശോ നോക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ഈശോയുടെ കാര്യം നീ നോക്കുക. ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ബാക്കി വഴികൾ കർത്താവ് തുറന്നോളും. ശക്തിയോട് പറയാം ഹല്ലേലൂയ. നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുക ആത്മീയ ജീവിതത്തിന്. ആത്മീയ ജീവിതത്തിന് നല്ല പ്രാധാന്യം കൊടുത്ത പ്രിയപ്പെട്ട സമയം. നമുക്ക് പണ്ടുണ്ടായിരുന്ന ഒരു ആത്മീയ ജീവിതമൊക്കെ ഇല്ലേ? നല്ല കുടുംബ പ്രാർത്ഥന, ഒരുമിച്ച് പള്ളിയിലോട്ട് പോകുന്നു, പ്രാർത്ഥനയൊക്കെ പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞ് ഒരുമിച്ച് കൂട്ടായ്മകൾ കൂടുന്നു, നമ്മുടെ വാർഡ് പ്രാർത്ഥനകളൊക്കെ ഓർക്കുന്നുണ്ടോ? ബിസ്ക്കറ്റും കട്ടൻ കാപ്പിയെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്തൊരു രസമായിരുന്നു. ഏറ്റവും പുറകിലിരിക്കുന്ന പിള്ളേരെ അമ്മച്ചിമാർ വന്നിട്ട് താഴെ മുമ്പിൽ കൊണ്ടിരുത്തുക, ഞങ്ങൾ അവിടെ ഇരുന്ന് തോണ്ടുക. മൈ ചൈൽഡ്ഹുഡ് അങ്ങനെയായിരുന്നു. പക്ഷെ അതെന്തോ ഒരു ജീവിതമാണ്. എല്ലാ ഞായറാഴ്ചകളിലും ഒക്കെയുള്ള കൂട്ടായ്മ പ്രാർത്ഥനകൾ, നമ്മുടെ വാർഡുകളിലൂടെ യൂണിറ്റുകളിലൂടെ നടക്കുന്ന പിന്നെ വലിയ നോമ്പിൻ്റെ പിന്നെ കുരിശിൻ്റെ വഴി പ്രാർത്ഥനകൾ, എല്ലാ ദിവസവും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കുടുംബ പ്രാർത്ഥനകൾ, എന്തൊരു സന്തോഷമാണ്. ഇപ്പം എല്ലാം കൊളായി കിട്ടിയില്ലേ? നമ്മൾ ഈ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ നമുക്ക് തിരക്കുകളാണ്, നമ്മൾ ഇതിനെയൊക്കെ ബൈപ്പാസ് ചെയ്തു. നമ്മൾ ഈ ആത്മീയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മടി കാണിക്കുന്നു, അത് പ്രഘോഷണത്തിൽ നിന്ന് അത് പോകുന്നു. നമ്മുടെ മക്കളോട് അത് പറഞ്ഞു കൊടുക്കാൻ ധൈര്യമില്ല, അവരോട് ഇതൊക്കെ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. എന്നിട്ട് ഇപ്പം ഭയങ്കര ഇഷ്ടത്തിലാണല്ലോ. ഇതൊക്കെ ഒന്ന് റീവയർ ചെയ്തെടുക്കണം, ഒന്നുകൂടെ ഒന്ന് പുതുക്കിയെടുക്കണം. പരിശുദ്ധാത്മാവ് സഹായിച്ചോളൂ. എല്ലാം പുതുതാക്കുന്ന പരിശുദ്ധാത്മാവ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എവിടെയെങ്കിലും കുറവ് കിടപ്പുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് കൊടുക്കുക. വെളിപാട് 21:5 എല്ലാം അവൻ നവീകരിക്കുന്നു എന്നാണ് പറയുക. ഹി മേക്സ് എവറിത്തിങ് എ ന്യൂ. എല്ലാം പുതുതാക്കി മാറ്റും. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ആത്മീയ ജീവിതം നഷ്ടപ്പെട്ടോ തിരിച്ചു പിടിക്കണം. ആരുടെ സഹായത്തോടെ? പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ. ഇപ്പോൾ ഒരു കുറച്ച് സമയം നമ്മളൊന്ന് ചിന്തിക്കാൻ പാട്, എന്താണ് ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം? യോഹന്നാൻ 3:8 കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. അത് പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ചാണ് പറയുക. ആ ആത്മീയ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ അടയാളം നമുക്ക് നിങ്ങളുടെ കയ്യിൽ നോട്ട് ബുക്ക് ഒന്നും ഇല്ലായിരിക്കും, നോട്ട് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കുന്ന നല്ലതായിരിക്കും. പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു ജീവിതത്തെയാണ് നമ്മൾ പറയുക ആത്മീയ ജീവിതം. പരിശുദ്ധാത്മാവ് നയിക്കുന്ന, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന, കൺട്രോൾ ചെയ്യുന്നൊരു ജീവിതം. എന്നുവെച്ചാൽ നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല, നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ല. പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുക, കാര്യസ്ഥന് വിട്ടുകൊടുക്കുക, അല്ലേ? പരിശുദ്ധാത്മാവ് ആരാണ്? നമ്മുടെ സഹായകൻ മാത്രമല്ല, ആരാണ്? കാര്യസ്ഥനാണ്. അതായത് എനിക്ക് എൻ്റെ ജീവിതത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഞാൻ തീരുമാനിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ല, ഇത് നടത്താൻ വേണ്ടി സ്വർഗം ഒരു സഹായം തന്നിട്ടുണ്ട്. ആരെയാണ്? ഉറക്കെ പറഞ്ഞ ആരെയാണ്? പരിശുദ്ധാത്മാവിന്. അപ്പോൾ ആത്മീയ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ അടയാളം പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യണ, നിയന്ത്രിക്കുന്ന, നയിക്കുന്ന ഒരു ജീവിതം. എല്ലാവരും ചേർന്നൊന്ന് പറയാമോ? ആദ്യത്തെ അടയാളം എന്താണ്? പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന, പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു ജീവിതം. പറയാം ഹല്ലേലൂയ. വചനഭാഗം ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വചനമാണ്. അവിടെ ഇങ്ങനെ പറയുന്നൊരു കാര്യമുണ്ട്. ഈ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉണ്ടായ ഒരു പ്രശ്നത്തെക്കുറിച്ച്, ഒരു നെഗറ്റിവിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ അന്ധകാരമുണ്ടായിരുന്നു, ക്രമരാഹിത്യം ഉണ്ടായിരുന്നു, ശൂന്യതയുണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് വിട്ടുമാറാത്ത എന്തോ ഒന്നും കൂടെ അവിടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം, ദ ഗ്രേസ്. ഈ ചൈതന്യം ആരാണ് ശരിക്കും? നമ്മൾ ചില ആളുകളെ നോക്കിയിട്ട് പറയില്ലേ, ആൾക്ക് നല്ല ഗ്രേസാണ്, നല്ല ചൈതന്യമുള്ള ഒരാളാണ്. ചിലപ്പോൾ അവരുടെ ആത്മീയ ജീവിതത്തിലൊക്കെ ഒരു കുറവ് വന്നാൽ, പ്രാർത്ഥന കുറവ് വന്നാൽ, ഒരു പാപത്തിൻ്റെ പിടിയിലൊക്കെ പെട്ടുപോയാൽ നമ്മൾ അവരെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി പറയും, എന്തൊരു ഗ്രേസ് ഉള്ള ഒരാളായിരുന്നു. ഇപ്പം ആ ചൈതന്യമൊക്കെ നഷ്ടപ്പെട്ടു പോയി. ആരെയാണ് ശരിക്കും നഷ്ടപ്പെട്ടു പോയേ? പരിശുദ്ധാത്മാവിന്. ചിലപ്പോൾ ഒരു ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കാണാം, ശുശ്രൂഷയിലൊക്കെ അതിശക്തമായിട്ട് വിശുദ്ധിയോടെ അല്ലെങ്കിൽ ഭയങ്കര സൂപ്പർ പവറോടെ നിന്ന ഒരാൾ പിന്നെ ഒരു ദിവസം കാണുന്നില്ല. ചിലപ്പോൾ അവർ ആ ശുശ്രൂഷയിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്നു.
പണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാൾ ചിലപ്പോൾ ഒരു പടുകുഴി കിടക്കുന്ന ചിലപ്പോൾ സങ്കടത്തോടെ നമ്മൾ കാണേണ്ടി വരും. നമ്മൾ ചോദിക്കും, ദൈവമേ ആ ഗ്രേസ് എവിടെ പോയി? എന്തൊരു ഗ്രേസ് ഉള്ള ഒരാളായിരുന്നു, എന്തൊരു ചൈതന്യമുള്ള ഒരാളായിരുന്നു. ഇപ്പം ആ ഗ്രേസ് പോയി. ആരാ പോയ? ശരിക്കും പരിശുദ്ധാത്മാവ് പോയി. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പാപത്തിൻ്റെ ഒരു വലിയ വീഴ്ച വന്ന സമയത്ത്, ഒരു അന്ധകാരം മൂടിയ സമയത്ത്, ലൈഫ് മുഴുവനും കൂടെ ഒരു ശൂന്യതയിലേക്ക്, ക്രമരാഹിത്യത്തിലേക്ക് പോയപ്പോൾ 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചത്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ, എന്നിട്ടോ അചഞ്ചലമായ ഒരു നവ ചൈതന്യം എന്നിൽ നിക്ഷേപിക്കണേ. ഞാൻ പാപം ചെയ്തു പോയി, പരിശുദ്ധാത്മാവെ ഇറങ്ങിപ്പോയേക്കല്ലേ. ഇനി എങ്ങാനും എൻ്റെ കഠിനമായ പാപങ്ങൾ കാരണം, ഞാൻ ശ്രദ്ധിക്കാത്തത് മൂലം, ഞാൻ പ്രാർത്ഥിക്കാത്തത് മൂലം എൻ്റെ ഉള്ളിൽ നിന്ന് ആ ചൈതന്യം പോയെങ്കിൽ, പോയതല്ല, ഒരു അചഞ്ചലമായ, അനങ്ങാത്ത, മാറാത്ത ഒരു പുതിയ ചൈതന്യം എനിക്ക് തരണേ. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ആ ചൈതന്യം ഉണ്ടെങ്കിൽ അന്ധകാരവും പൊക്കോളും, ക്രമരാഹിത്യവും മാറിക്കോളും, ശൂന്യതയും മാറിക്കോളും. സൃഷ്ടിയുടെ ആരംഭത്തിലുണ്ടായൊരു പ്രശ്നത്തെക്കുറിച്ച് പറയുക. അവിടെ ക്രമരാഹിത്യം ഉണ്ടായിരുന്നു, ഡിസോർഡർ ഉണ്ടായിരുന്നു. നമ്മുടെ ലൈഫ് നോക്ക്, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് നിൽക്കാൻ പറ്റണില്ല. ശരിയാണോ? അല്ലേ? എല്ലാം ക്രമമായിട്ട് പോകണം. എല്ലാം ഈ സമയത്ത് എഴുന്നേക്കണം, ഈ സമയത്ത് പള്ളിയിൽ പോകണം. പറ്റുന്നുണ്ടോ? എഴുന്നേക്കാനും പറ്റുന്നില്ല, പള്ളിയിലും പോകാൻ പറ്റുന്നില്ല. കുറേയും കൂടെ വിശുദ്ധിയിൽ ജീവിക്കണം. ഇങ്ങനെ തല്ലിപ്പൊളിയായിട്ട് നടന്നാൽ പോരാൻ നമുക്ക് ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഒരു ഡബിൾ ലൈഫ് വേണ്ട നമ്മൾ ആഗ്രഹിക്കുന്നു. പുറത്തൊരു ജീവിതം മുഖംമൂടി, അകത്ത് ചീഞ്ഞളിഞ്ഞ മറ്റൊരു ജീവിതം. ഇങ്ങനെ വേണ്ട, എനിക്ക് നന്നാവണം നമ്മൾ തീരുമാനിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങൾ, നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ എന്തോരം കെട്ടിക്കിടക്കുന്ന അശുദ്ധ ചിന്തകൾ, എതിർ ചിന്തകൾ, നെഗറ്റിവിറ്റി, ഇതെല്ലാം കിടക്കാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, കർത്താവ് എനിക്ക് ഇങ്ങനെ വേണ്ട, എനിക്കൊന്ന് നന്നാവണം, എനിക്കൊന്ന് മിടുക്കനാവണം, മിടുക്കിയാവണം, വിശുദ്ധി ജീവിക്കണം. പറ്റുന്നുണ്ടോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? വീണ് പോവാണ്. ക്രമരാഹിത്യം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഓർഡറിലല്ല പോവുക, മൊത്തം ഡിസോർഡർ. ആരാധനയ്ക്കൊക്കെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പറ്റുന്നില്ല. വചനം ഈ കൊല്ലെങ്കിലും ഒന്ന് വായിക്കണം എന്ന് ആഗ്രഹമുണ്ട്. 2026 ജനുവരി 1 തുടങ്ങി, 3-ാം തീയതി തീർന്നു. ക്രമരാഹിത്യം, ചൈതന്യം അപ്പോഴും നിലനിൽക്കുന്നു. ആരുടെ? അത് നഷ്ടപ്പെട്ട മുഴുവൻ പോയി. പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം ശൂന്യത. എന്നാ പഠിച്ചിട്ടും, എന്നാ പ്രാർത്ഥിച്ചിട്ടും, എന്ത് ജോലി ചെയ്തിട്ടും അവസാനം സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. എല്ലാത്തിനും ഒരു നിരാശ, ശൂന്യത. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കാറില്ലേ? ഇപ്പം എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഒരു ശുശ്രൂഷ നമ്മൾ നടത്തുന്നുണ്ട്. കൂടുന്നുണ്ടോ നിങ്ങൾ? ആ സമയത്ത് കിടന്നുറങ്ങുവാണോ? ഉറങ്ങിയാലും കുഴപ്പമില്ല, രാവിലെ എഴുന്നേറ്റ് കൂടിയാലും മതി. നിങ്ങളത് കൂടിയിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ, ആൾക്കാരിലേക്ക് അയക്കണം. അത് ആൾക്കാർക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ശൂന്യതയും ക്രമരാഹിത്യവും, ഒന്ന് കിടന്നുറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അവർ കിടന്നുറങ്ങട്ടെ. കർത്താവിൻ്റെ വചനം കേട്ട് കുഞ്ഞു കാര്യങ്ങൾ ഒരു 2-3 മിനിറ്റൊക്കെ ഞാൻ മിണ്ടുന്നുള്ളൂ. കൂടുതൽ മിണ്ടിയാൽ നിങ്ങൾ ഉറക്കം തൂങ്ങി കൂർക്കം വലിക്കുന്നത് ഞാൻ ഇപ്പുറം കേൾക്കും. അതുകൊണ്ട് അധികം ഒന്നും സംസാരിക്കില്ല. കുഞ്ഞു കാര്യം, കർത്താവിൻ്റെ വചനം, ചിലപ്പോൾ ഒരു കുഞ്ഞു കഥയോ ഒരു പുസ്തകമൊക്കെ പരിചയപ്പെടുത്തായിരിക്കും. ശാന്തമായിട്ട് കിടന്നുറങ്ങാൻ നിങ്ങളെ സഹായിക്കും, എനിക്ക് ഉറപ്പാണ്. കാരണം കർത്താവ് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. എപ്പോൾ വേണേലും എനിക്ക് തുടങ്ങാറ്, എപ്പോൾ വേണേലും തുടങ്ങാമെന്ന് പറഞ്ഞാൽ കർത്താവ് പറയാതൊരു കല്ല് പോലും നീക്കരുതെന്ന് ഒരു വാശി, ഒരു ആത്മീയ വാശി എനിക്കുള്ളതുകൊണ്ട് 2026 വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഈ ശുശ്രൂഷ മേഖല വന്ന പിന്നെ കർത്താവ് ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് മീഡിയ വഴി ഈ വചനം എത്തുന്നുണ്ടല്ലോ, ഓൺലൈൻ വഴി എത്തുന്നു. ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയാം, ഇതിനുവേണ്ടി ഞാൻ 1 രൂപ പോലും മുടക്കിയിട്ടില്ല. 1 രൂപ പോലും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മുടക്കിയിട്ടില്ല. ക്യാമറ മേടിക്കാനോ, എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ മേടിക്കാനോ, ഇനി അതിനുവേണ്ടി വർക്ക് ചെയ്യാനോ ഒരൊറ്റ രൂപ ഞാൻ ചിലവാക്കുന്നില്ല. നിങ്ങൾക്കറിയോ? അയ്യടാ, എന്നാത്? നമ്മൾ കർത്താവിൻ്റെ ഒരു കാര്യം നോക്കിയാൽ കർത്താവ് നമ്മുടെ കാര്യം നോക്കുമെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് വെറുതെ അല്ല. എല്ലാ കാര്യങ്ങളും കർത്താവ് നോക്കും. ഇറങ്ങിക്കോ, ബാക്കി വഴി കർത്താവ് തുറക്കും. എല്ലാം തുറന്ന് കിട്ടട്ടെ എന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കരുത്. ആത്മീയ കാര്യങ്ങളാണ് ഞാൻ പറയണേ. നിങ്ങൾ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി കണ്ണും പൂട്ടി ഇറങ്ങിക്കോ, ബാക്കി എല്ലാം കർത്താവ് തുറന്ന് തരും. തടസ്സം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ആ തടസ്സത്തിന് അപ്പുറത്തേക്ക് കർത്താവ് നയിക്കുകയും ചെയ്യും. നിങ്ങൾ ഇറങ്ങണം. ഫോക്കസ് ഓൺ സ്പിരിച്വൽ തിങ്സ്. ആത്മീയ കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുത്തോ, കർത്താവ് സിമ്പിളായിട്ട് വാതിലുകൾ തുറന്നു തരും. 2 കാര്യങ്ങൾ വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ എന്ന് പറഞ്ഞു വന്നത്. നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ വല്ല ശൂന്യതകളൊക്കെ വരുന്നു, പ്രാർത്ഥിച്ചു കിടക്കുന്നുണ്ട്, പക്ഷേ എന്നിട്ടും ഉറക്കം തന്നെയില്ല. കർത്താവ്, ഇത് എന്തിനാ ഇങ്ങനെയൊക്കെ ഞാൻ അധ്വാനിക്കുന്നത്? നാളെ രാവിലെ എഴുന്നേക്കാൻ തോന്നില്ല. ഞാൻ എന്നാത്തിനും ഇങ്ങനെയൊക്കെ ഈ ജോലി ചെയ്യുന്നത്, പഠിക്കുന്നത്, ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതൊക്കെ തോന്നും. ആ ശൂന്യതയുടെ മേലും ഉത്തരം പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യമാണ്. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. 3-ാമത്തെ പ്രശ്നമാണ് ക്രമരാഹിത്യം, ശൂന്യത. ഏറ്റവും വലിയ പ്രശ്നം അന്ധകാരം, പാപം നിറഞ്ഞൊരു ജീവിതം, പ്രതീക്ഷയില്ലാത്തൊരു ജീവിതം, ഈ പകല് പോലും വെളിച്ചം കാണാത്ത ജീവിതം, ഒരു കാലെടുത്ത് മുമ്പോട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു വിശ്വാസം നമുക്കില്ലാതെ അന്ധകാരം മൂടിയൊരു ജീവിതം, പിശാച് പിടിച്ചെടുത്തൊരു ജീവിതം, ദുശീലങ്ങളിൽ അതിൻ്റെ പട്ടുകുഴിയിലേക്ക് പെട്ടുപോയൊരു ജീവിതം. അപ്പോഴും ദൈവത്തിൻ്റെ ചൈതന്യം ജലത്തിന് മീതെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരിക്കൽ മാമോദീസ സ്വീകരിച്ച, ഒരിക്കൽ കൂദാശകളുടെ വചനത്തിലൂടെയൊക്കെ പരിശുദ്ധാത്മ ചൈതന്യം നിങ്ങളുടെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ചൈതന്യം നിലനിൽക്കും. അത് പോവാതിരിക്കാൻ വേണ്ടി കഠിനമായി പരിശ്രമിച്ചോളുക.
ഫോക്കസ് ഓൺ സ്പിരിച്വൽ തിങ്സ്. അതുകൊണ്ട് അത്രയും ശ്രദ്ധയോടെ ഞാനിത് പറയുന്നത്, അത്രയും സീരിയസ് ആയിട്ട് ഇത് പറയുന്നത്. ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ജോലി പോയേക്കാം, അത് നിങ്ങളെ സങ്കടപ്പെടുത്തും. നിങ്ങളുടെ ആരോഗ്യം പോയേക്കാം, അത് നിങ്ങളെ ദുഃഖിപ്പിക്കും. പക്ഷേ എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയാലോ എന്നോർത്ത് സങ്കടപ്പെടണം, നിങ്ങൾ കരയണം. അത് പോവല്ലേ എന്നോർത്ത് ആഗ്രഹത്തോടെ ആർത്തിയോടെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, എൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുന്ന കാര്യസ്ഥനെ അങ്ങനെ വിട്ടു പോവല്ലേ എന്ന് പ്രാർത്ഥിച്ചോളൂ. ബാക്കി എന്ത് പോയാലും, നമ്മൾ പറയുന്നില്ലേ, ലോകം മുഴുവൻ നേടിയെടുത്താലും നിന്റെ ആത്മാവ് നഷ്ടമായ നിനക്കെന്ത് പ്രതിഫലം എന്ന് വെച്ചാൽ, മൈ സോൾ, എൻ്റെ ആത്മാവെന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ. ഞാൻ എല്ലാം നേടിയെടുത്തു, പക്ഷെ എനിക്ക് പരിശുദ്ധാത്മാവില്ലെങ്കിലോ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഒരുവൻ ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും ബെസ്റ്റായാലും ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ ഒന്നുമല്ല. എപ്പോൾ അവൻ്റെ ഉള്ളിൽ ആത്മാവില്ലെങ്കിൽ, ജ്ഞാനമില്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ജ്ഞാനമില്ലെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ 1-ാം റാങ്ക് വെറുതെ, നിങ്ങളുടെ 4 നിലയുള്ള വീട് വെറുതെ, നിങ്ങളുടെ ആരോഗ്യം വെറുതെ. കാരണം നമ്മൾ ആത്മീയ മനുഷ്യരാണ്. ശരിയാണോ? ആത്മീയ മനുഷ്യരാണ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. കാല് ഭൂമിയിൽ ഉറപ്പിച്ച് സ്വർഗത്തെ നോക്കി നടക്കുന്ന ആത്മീയ മനുഷ്യരാണ് നമ്മൾ. ആ ബോധം നഷ്ടപ്പെട്ടാൽ പിന്നെ കാലും നോട്ടം എല്ലാം ഭൂമിയിലേക്കായിരിക്കും. എന്നിട്ട് ആ ഭൂമി നമ്മളെ പറ്റിച്ചതും, ഭൂമിയിൽ നിൽക്കുന്ന ആളുകൾ നമ്മളെ വേദനിപ്പിച്ചതും, ആ ഭൂമിയിലായിരിക്കുമ്പോൾ നഷ്ടപ്പെട്ടതിനെയൊക്കെ ഓർത്ത് ഇങ്ങനെ ജീവിതകാലം മുഴുവൻ പല്ലുകടിച്ച് ഒരാനന്ദവും ഇല്ലാതെ നമ്മളിങ്ങനെ ജീവിക്കും. ശക്തിയോടെ ഹല്ലേലൂയാ. ആത്മീയ മനുഷ്യരായി തീരുക. 1-ാമത്തെ അടയാളമാണ് പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടുന്നു, പരിശുദ്ധാത്മാവാൽ നിയന്ത്രിക്കപ്പെടുന്നു. ഈ ശൂന്യതയും ഈ അന്ധകാരവും ഈ ക്രമരാഹിത്യമൊക്കെ ഉള്ളപ്പോഴും എൻ്റെ മുകളിൽ കൺട്രോൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു ചൈതന്യം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആര്? പരിശുദ്ധാത്മാവ്. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പരിശുദ്ധാത്മാവേ നയിക്കണമേ, പരിശുദ്ധാത്മാവേ നയിക്കണമേ. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2-ാമത്തെ അടയാളം, പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടുന്ന ഒരാളുടെ 2-ാമത്തെ അടയാളം ഒരു അനുഗ്രഹമാണ്. പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുന്ന ജീവിതം. പരിശുദ്ധാത്മാവ് നയിക്കുക, നിയന്ത്രിക്കുക മാത്രമല്ല, പവേർഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുന്ന ഒരു ജീവിതമാണ്. ഇതാണ് ആത്മീയ ജീവിതത്തിൻ്റെ മറ്റൊരു അടയാളം. അയാളുടെ ശക്തി മുഴുവൻ ആരിലായിരിക്കും? പരിശുദ്ധാത്മാവിലാണ്. സക്രിയ പ്രവചനത്തെ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, 4-ാമത്തെ അധ്യായത്തിൽ സക്രിയ 4:6, അവൻ എന്നോട് പറഞ്ഞു, കർത്താവ് സെറുബാബേലിനോട് അരുളി ചെയ്യുന്നു, സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ്. നോട്ട് ബൈ മൈറ്റ്, നോട്ട് ബൈ സ്ട്രെങ്ത്, ബട്ട് ബൈ മൈ സ്പിരിറ്റ്. ആത്മശക്തിയാൽ നയിക്കപ്പെടുന്ന ജീവിതം. സക്രിയ 4:6 നമ്മൾ വായിച്ചത്. കിട്ടിയവരെല്ലാവരും കൂടെ ഒന്ന് ഉറക്കെ വായിച്ചേ. കർത്താവ് സെറുബാബേലിനോട് അരുളി ചെയ്യുന്നു, സൈന്യബലത്താലല്ല കരബലത്താലല്ല, എൻ്റെ ആത്മാവിനാലാണ്. അപ്പം അതാണ് നമുക്ക് വേണ്ട ഒരു പവർ. ആരുടെ പവർ? സകലത്തെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, ക്രമത്തിലാക്കാൻ പറ്റുന്ന, അന്ധകാരത്തെ മാറ്റാൻ പറ്റുന്ന, ശൂന്യതയൊക്കെ ഫില്ല് ചെയ്ത് നമ്മുടെ ജീവിതത്തെ അഭിഷേകമാക്കി മാറ്റാൻ പറ്റുന്ന ഹോളി സ്പിരിറ്റിൻ്റെ പവറിൽ വേണം നമ്മൾ ജീവിക്കാൻ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അത് ചിലപ്പോൾ നമ്മളിപ്പോൾ ഒറ്റയ്ക്കായാൽ പോലും ഇരട്ടി പവർ പരിശുദ്ധാത്മാവ് തരും. കണ്ടി ഒരു സിംഗിൾ ഹാൻഡായിട്ട് ഒറ്റ മനുഷ്യനിലൂടെ ലോകത്തെ മാറ്റുന്ന ഈശോ കാണിച്ചു തന്നിട്ടില്ലേ? ഒരൊറ്റ വ്യക്തിയിലൂടെ ആത്മാവിൻ്റെ തീ ഒരു ദേശം മുഴുവൻ പടർത്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ചിലപ്പോൾ വീട്ടിൽ ഒരൊറ്റ ആൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ആ വീട് മുഴുവൻ അഭിഷേകം നിറയെ നിങ്ങൾ കണ്ടിട്ടില്ലേ? 12 പേരെയും വെച്ച് ലോകം മുഴുവനും കൂടെ മാറ്റിമറിച്ച ഈശോയ്ക്ക് നമ്മൾ ഒരൊറ്റ ആള് ആത്മാവിൽ നിറയപ്പെട്ടാൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളെ മുഴുവൻ അഭിഷേകം കൊണ്ട് നിറയ്ക്കാൻ വേണ്ടി പറ്റും. പറഞ്ഞേ ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവെ എന്നെ നയിക്കണേ, ശക്തിപ്പെടുത്തണേ എന്ന് പറഞ്ഞ ഒരാൾ കൈ വിട്ടുകൊടുത്താൽ, കൈ പിടിച്ച് കർത്താവിൻ്റെ കൂടെ നിന്നാൽ അയാളെ പരിശുദ്ധാത്മാവ് നയിക്കും, വേണ്ട ശക്തി നൽകി അയാളെ ബലപ്പെടുത്തും. പറയാം ഹല്ലേലൂയാ. പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം എടുക്കാവോ? ജഡ്ജസ് ചാപ്റ്റർ 6, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം. ഗിദെയോനെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് നമ്മളിങ്ങനെ വായിക്കില്ലേ? 6-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ വാക്യം എല്ലാവരും ഒന്ന് വായിക്കാവോ? 6:34 കിട്ടിയോ? കർത്താവിൻ്റെ ആത്മാവ് പ്രിയപ്പെട്ടവരെ, ഞാനൊരു രഹസ്യം കണ്ടുപിടിച്ചിരിക്കുന്നു. എൻ്റെ പുതിയ ബൈബിൾ എന്നെ പറ്റിച്ചു. ന്യായാധിപന്മാർ, രാജാക്കന്മാർ, ദൈവമേ 300 രൂപ പോയി. ആത്മീയ സങ്കടങ്ങൾ, അയ്യോ എന്തു ചെയ്യും? 2 ന്യായാധിപന്മാർ, കമോൺ. ഗിദെയോൻ പറഞ്ഞ പോലെ ഞാനും പറയുന്നു, അയ്യോ കർത്താവേ, എന്തൊരവസ്ഥയാണ്.
ഇത് വെച്ചുകൊണ്ടാണ് വചനപ്രഘോഷണം. ആൾക്കാരോട് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രശ്നമല്ല, മൊത്തം ക്രമരാഹിത്യമാണ്. പരിശുദ്ധാത്മാവേ ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ, സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയാ. ആ വചനഭാഗം എന്നെടുത്തോ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം. കർത്താവിൻ്റെ ആത്മാവ് ഗിദെയോനിൽ ആവസിച്ചു, അവനെ ശക്തിപ്പെടുത്തി എന്ന് പറയാം. ന്യായാധിപന്മാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൊച്ചു പയ്യനാണ്, ഒരു ചെറുപ്പക്കാരനാണ്. ഈ ജനം മുഴുവൻ, അവൻ്റെ നാട് മുഴുവൻ വലിയൊരു സങ്കടത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ ഗിദെയോനെ ദൈവം ശക്തിപ്പെടുത്താൻ എങ്ങനെയാണ് ശക്തിപ്പെടുത്തിയത്? അവൻ്റെ ഉള്ളിലേക്ക് ആരെ കൊടുത്തു? പരിശുദ്ധാത്മാവിനെ കൊടുത്തു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ആവസിച്ചു. എന്നാ സംഭവിച്ചെന്നറിയോ? ഈ 6-ാമത്തെ അധ്യായം പിന്നീട് വായിച്ചു നോക്കണം. ഈ ഗിദെയോനോട് പറയുന്നുണ്ട്, നീ ജനത്തിന് വേണ്ടി ഇറങ്ങണം, നീ വേണം നയിക്കാൻ വേണ്ടിയിട്ട്. ഗിദെയോൻ ഇങ്ങനെ സങ്കടത്തോടെ പേടിച്ചൊക്കെ പറയുന്നത്, അയ്യോ കർത്താവ്, ഞാനോ എൻ്റെ കുടുംബമാണ് ഏറ്റവും ചെറുതാണ്, എന്നെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഒറ്റയാളെ എന്ന പോലെ നീ നിന്റെ ശത്രുക്കളെല്ലാം ചിതറിക്കുന്നു. ആ വാക്കൊക്കെ വിത്ത് സിംഗിൾ ഹാൻഡഡ്, ഒറ്റയാളെ എന്ന പോലെ നീ ശത്രുക്കളെല്ലാം ചിതറിക്കും. എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, നിങ്ങൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ചില സമയങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്കായി പോകാറുണ്ട് ഇല്ലേ? ഒറ്റയ്ക്ക് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട ചില യുദ്ധങ്ങളുണ്ട്. ചിലപ്പോൾ ഭാര്യയ്ക്ക് മനസ്സിലാവില്ല, ഭർത്താവിന് മനസ്സിലാവില്ല, കൂടെ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് മനസ്സിലാവില്ല, നിങ്ങളുടെ മക്കൾക്ക് മനസ്സിലാവില്ല, നിങ്ങളുടെ ഓഫീസിലുള്ള നിങ്ങളുടെ പ്രിയ ചുറ്റുമുള്ളവർക്കൊന്നും പിടിയിട്ടില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് അനുഭവിക്കുന്ന ചില യുദ്ധങ്ങൾ ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് ആരെങ്കിലും സഹായിക്കുമോ എന്ന് വിചാരിച്ചാൽ ആരും സഹായിക്കില്ല. കാരണം അവർക്ക് മനസ്സിലാവുന്ന പോലുമില്ല വാട്ട് യു ആർ ഗോയിങ് ത്രൂ. നിങ്ങൾ എന്തിലൂടെ കടന്നു പോകുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ ചങ്ക് പൊട്ടി നിങ്ങൾ പറയും, കർത്താവേ ഞാൻ ഒറ്റയ്ക്കാണ് കർത്താവ്, എന്നെ കൊണ്ട് എന്നെ ചെയ്യാൻ പറ്റും. പ്രിയപ്പെട്ടവർ, ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ എൻ്റെ മുമ്പിൽ വലിയ കാര്യങ്ങൾ ചെയ്യാണ്ട് വന്ന സമയത്ത് ഞാൻ ചോദിച്ചു, കർത്താവ് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളല്ലോ കർത്താവേ, എൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവർ പോലും പട്ടാപ്പകൽ പറ്റിച്ചിട്ട് എന്നെ പോയിട്ടുണ്ട്. മനസ്സിലായോ? എന്നെ തേച്ചിട്ട് പോയെന്നല്ല പറഞ്ഞത്, അതിനെക്കാട്ടും വലിയ തേപ്പാണ് ശുശ്രൂഷ മേഖലയിൽ ചില സമയത്ത് നമുക്ക് കിട്ടുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം കൃത്യസമയം, നമ്മുടെ മൈൻഡിലൊരു പദ്ധതി ഇല്ലേ, ഈ ദിവസം ഈ സമയത്ത് ഇത് നടക്കണം, അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടക്കുന്നു. 2 മണിക്കൂർ മുമ്പ് വരാമെന്ന് പറഞ്ഞ ആൾ വരാണ്ടിരിക്കുന്നു. എന്നാ ചെയ്യും? ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും ആ സമയത്ത്. എനിക്ക് അനുഭവങ്ങളുണ്ട്, 100 കണക്കിന് പറഞ്ഞാൽ വെറുതെ ആയിപ്പോവും, നുണയായിപ്പോവും. കുറച്ച് അനുഭവങ്ങളുണ്ട്. ഒരൊറ്റ ദിവസം ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് നിന്ന് ശുശ്രൂഷ ചെയ്യേണ്ട സമയങ്ങൾ വന്നിട്ടുണ്ട്. കാരണം വരാമെന്ന് പറഞ്ഞ 2 പേര് വന്നില്ല ചേട്ടാ, എന്നാ ചെയ്യും? ആ സമയത്ത് ദേഷ്യപ്പെട്ടൊരു കാര്യമുണ്ടോ? എന്തിനെന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? ഫോൺ പോലും എടുക്കുന്നില്ല. അങ്ങനെയാണല്ലോ ചില മനുഷ്യർ. വരുന്നില്ല എന്ന് പറയണ്ടേ? വരാൻ പറ്റത്തില്ല, അത് ആദ്യമേ അങ്ങ് പറഞ്ഞ പോലെ. നമുക്ക് ഈ വാക്കും തന്ന് കൂടെ നിന്ന് അച്ഛാ റെഡി കമോൺ എന്നും പറഞ്ഞിട്ട് കമോൺ മാത്രമേ കേൾക്കുന്നുള്ളൂ, വേറെ അറിയൂ കമോൺ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാം. നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഒരു കുഞ്ഞു സർക്കിളിലെ കാര്യം പറഞ്ഞാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടാവുമായിരിക്കും അല്ലേ? അതുണ്ടാവും. ആ സമയത്ത് നമ്മളിങ്ങനെ പരിതപിച്ചിട്ടോ വേദനിച്ചിട്ടോ കാര്യമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചില്ല കർത്താവ് ഇതെന്തിനാ എന്നോട് ഈ പണിയുന്നതെന്നൊക്കെ കർത്താവിനോട് ചോദിച്ചു പോകും. പക്ഷെ അപ്പോഴും കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നേ ഉള്ളൂ, നീ ഒറ്റയ്ക്ക് മതി, നിന്നെക്കൊണ്ട് ഇത് പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഈ അനുഗ്രഹം തന്നേക്കുന്നത്. നീ മടുത്തു എന്ന് എനിക്ക് തോന്നട്ടെ, അപ്പം ഞാൻ സഹായത്തിന് ആളെ തരാം. ഇതാണ് കർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡ്. ചില സമയത്തൊക്കെ നമ്മുടെ കൂടെ സഹായിക്കാൻ ആരുമില്ലെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കില്ല. ആ സമയത്ത് കർത്താവ് നിങ്ങളോട് പറയുന്നൊരു കാര്യം ഇതാണ്, നീ ഒറ്റയ്ക്ക് മതി. ഇപ്പം നീ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നിൻ്റെ കൂടെ ആരുണ്ട്? ഞാനുണ്ട്. കൂടെ ആൾക്കാരുള്ള സമയത്ത് ചിലപ്പം അവരുണ്ടല്ലോ, അവർ സഹായിക്കാനുണ്ടല്ലോ എന്ന് വിചാരിച്ച് നീ ലൈറ്റാവും. നീ ചിലപ്പോൾ എന്നെ നോക്കത്തില്ല. ഇപ്പം നീ ഒറ്റയ്ക്കായിരിക്കുന്നുണ്ട്, നീ ലൈറ്റ് ആവില്ല, നീ സ്ട്രോങ് ആവും. നീ എന്നെ മാത്രമേ നോക്കുകയുള്ളൂ. പിടികിട്ടുന്നുണ്ടോ? അത് എൻ്റെ വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കായിപ്പോയോ? നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഒറ്റയ്ക്കായിപ്പോയോ? മനസ്സിലാക്കാൻ ആരുമില്ലേ? സാരമില്ലെന്ന് അച്ഛൻ പറയുന്നില്ല, സാരമുണ്ട്. പക്ഷെ ഒരു ശക്തിയുണ്ട്. ആരുടെ? പരിശുദ്ധാത്മാവിൻ്റെ. കാരണം വെൻ യു ആർ എലോൺ ദ ഹോളി സ്പിരിറ്റ് ഹെൽപ്സ്. നീ ഒറ്റയ്ക്കായി പോയി എന്ന് തോന്നിയ സമയത്ത് ഇതെങ്ങനെ ചെയ്ത് തീർത്തു എന്ന് തിരിച്ച് ചിന്തിക്കുമ്പോൾ ഒറ്റ കാര്യം ഓർക്കാനുണ്ടാവുള്ളൂ, എന്നെ സഹായിക്കാൻ എനിക്കൊരു കാര്യസ്ഥനുണ്ടായിരുന്നു. ആര്? പരിശുദ്ധാത്മാവ്, എന്നെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്. ഗിദെയോനോട് അതാ പറഞ്ഞേ, ഒറ്റയാളെ എന്ന പോലെ നീ അവരെല്ലാം ചിതറിച്ച് കളയും. ഈ പ്രശ്നത്തിൻ്റെ മുമ്പിൽ നീ ഒറ്റയ്ക്കേ ഉള്ളൂ, നീ ഒറ്റയ്ക്ക് മതി. 1000 പേരുടെ ശക്തിയോടെ പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവ് നിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരും. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് എസെക്കിയേൽ പ്രവചനത്തിലൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം പാട്ടൊക്കെ ആയിട്ട് നമ്മൾ പാടുന്നുണ്ട്, ഒരു സൈന്യനിര പോലെ അവർ എഴുന്നേറ്റ് നിന്നു. ശക്തിയില്ല, ബലമില്ല, സ്കിന്നൊരു സൈഡിൽ, എല്ല് വേറൊരു സൈഡിൽ, മാംസം വേറൊരു സൈഡിൽ, ശ്വാസമില്ല. പക്ഷെ ജീവശ്വാസം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ആഞ്ഞടിച്ച സമയത്ത് ഒരു സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നു. വലതുയർത്തി പറയാം ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം, നിങ്ങളുടെ കുടുംബം ഒറ്റപ്പെട്ട് നിൽക്കുകയായിരിക്കാം, സഹായിക്കാൻ ആരുമില്ല. ചിലപ്പോൾ ഒരു കുടുംബം മുഴുവൻ നിങ്ങൾ ഒരുമിച്ച് ചിലപ്പോൾ ഒരു വേദനയോടെ കടന്നു പോകായിരിക്കാം. കർത്താവെ, ഞങ്ങളെ ഒന്നും മനസ്സിലാക്കാൻ തൊട്ട് അടുത്ത് നിൽക്കുന്നവർക്ക് പറ്റുന്നില്ലല്ലോ, ഞങ്ങളുടെ ബന്ധുജനങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ. സങ്കടപ്പെട്ട് നിൽക്കില്ലേ?
ഈ പ്രശ്നം സാരമുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഈ സാരമുള്ള പ്രശ്നത്തിൽ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചേക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറഞ്ഞാൽ ഈ കാര്യങ്ങൾ അസാധ്യമെന്ന് തോന്നിപ്പോയി കാര്യങ്ങളെപ്പോലും നിങ്ങൾക്ക് അതിജീവിക്കാൻ വേണ്ടി പറ്റും. ശക്തിയോട് പറയാം ഹല്ലേലൂയ. ഗിദെയോനിൽ നിറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ആവസിച്ച പുതിയ നിയമത്തിലെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അപ്പസ്തോലന്മാരും പരിശുദ്ധ അമ്മയും. അപ്പസ്തോലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവർ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ശക്തിയോടെ കൂടി ജീവിക്കാൻ തുടങ്ങി. സഹനങ്ങളൊക്കെ വന്ന സമയത്ത് അയ്യോ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, കർത്താവിൻ്റെ നാമത്തെ പ്രതി സഹനങ്ങൾ സഹിക്കാൻ കൃപ കിട്ടിയതിനാൽ അവർ ആനന്ദിച്ച് ജീവിച്ചു. വേദനയുടെ മുമ്പിൽ ആനന്ദിച്ച് ജീവിച്ചു. പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്ക് എത്രയോ തവണ നമ്മുടെ മനസ്സിൽ വേരുപാകിയ കാര്യങ്ങളാണ്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുകയാണ്. ഒറ്റ ഉത്തരവേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ശ്രദ്ധിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ എങ്ങനെ ഇത് പഠിക്കാൻ പറ്റും, എങ്ങനെ ഇത് പൂർത്തിയാക്കാൻ പറ്റും? ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ സംഭവിക്കുമെന്നുള്ള നമ്മുടെ 100 ചോദ്യങ്ങൾക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. നിങ്ങളുടെ ഓരോ അവിശ്വാസത്തിൻ്റെ മേൽ, നിങ്ങളുടെ ഓരോ സംശയത്തിൻ്റെ മുമ്പിലും ദൈവത്തിന് സംസാരിക്കാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും. ഇതെങ്ങനെ സംഭവിക്കുമെന്നുള്ള എൻ്റെ ഓരോ ചോദ്യങ്ങൾക്ക് മുമ്പിലും സ്വർഗത്തിൻ്റെ ഉത്തരവ് ഇതാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പറഞ്ഞേ ഹല്ലേലൂയാ. ഈ ശക്തി പ്രാപിക്കും. ഈ ശക്തി പ്രാപിച്ചാൽ അതാണ് ആത്മാവിൽ നയിക്കപ്പെടുന്നൊരു ജീവിതം. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ ഒരു ജീവിതമൊക്കെ ആഗ്രഹമുണ്ടോ? അല്ലാണ്ട് ഇങ്ങനെ കിണിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണോ? കഴിഞ്ഞ ദിവസം ഒരാൾ വാട്സാപ്പിൽ എനിക്കൊരു സ്റ്റിക്കർ അയച്ചു. 6 അടി മണ്ണിൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന പുഴു തിന്നാനുള്ള ജീവിതത്തെക്കുറിച്ച് നീ എന്തിന് ഇത്ര അഹങ്കരിക്കുന്നു? ചുമ്മാ കോമഡിക്ക് അയച്ചാ, എൻ്റെ ഒരു കൂട്ടുകാരനച്ഛൻ അയച്ച. 6 അടി മണ്ണിൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന പുഴുക്കൾക്ക് വേണ്ടി നീ എന്തിന് ജീവിക്കുന്നു എന്നൊക്കെ തമാശ അടിച്ചാണ്. പക്ഷെ നമ്മൾ അങ്ങനെ 6 അടി മണ്ണിൽ പുഴുക്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടെ? അല്ല. അങ്ങനെയുള്ളവരാണ് ഈ ഭൂമിയെ മാത്രം നോക്കി ജീവിക്കുന്നവർ. ഈ ഭൂമിയെ അല്ല, ഭൂമിയിൽ കാലുറപ്പിച്ച് സ്വർഗത്തെ നോക്കി നടക്കുന്ന ആത്മീയ മനുഷ്യരാവണം. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. അവരെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അവർക്ക് ശക്തി കുറഞ്ഞു പോകുമ്പോൾ ബലം നൽകുന്നതും പരിശുദ്ധാത്മാവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ശ്രദ്ധിച്ചിരിക്കണം, കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ പറ്റുന്നവരാണ് യഥാർത്ഥ ആത്മീയ മനുഷ്യർ. കർത്താവിനെ സ്വരം കേൾപ്പിക്കുന്നവരല്ല, കർത്താവിൻ്റെ സ്വരം കേൾക്കുന്നവർ. നമ്മൾ ദേവാലയത്തിലൊക്കെ പോയി ഒച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു, ആത്മീയ മനുഷ്യരാണോ? പ്രാർത്ഥിക്കണേ. ഇനി അച്ഛൻ ഹല്ലേലൂയ പറയുമ്പോൾ നിങ്ങൾ മിണ്ടാണ്ടിരുന്നേക്കല്ലേ. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നന്നായിട്ട് മനസ്സിലാക്കുക. എൻ്റെ ശബ്ദം കർത്താവിനെ കേൾപ്പിക്കുക എന്നുള്ളതല്ല ആത്മീയ മനുഷ്യൻ. കർത്താവിൻ്റെ സ്വരം കേൾക്കുന്നവനാണ് ആത്മീയ മനുഷ്യൻ. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ കൂടുതലുള്ള ഏതാ? വ്യക്തി ജീവിതം കാൽക്കുലേറ്റ് ചെയ്താൽ മതി, ഒരു ബാലൻസ് എടുത്ത് നോക്കി. കൂടുതൽ നിങ്ങൾ ഈശോയോട് സംസാരിക്കണോ അതോ ഈശോ സംസാരിക്കുന്ന കൂടുതൽ കേൾക്കണോ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതലും അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ദേവാലയത്തിലൊക്കെ പോയിട്ട് ഈശോയുടെ ചെവി ഇങ്ങനെ പഴിപ്പിക്കും നമ്മൾ. കർത്താവ് കേക്ക് കേക്ക്, ഈശോ പറയും ജിലേബി ലഡു. നമ്മൾ ചോദിക്കുന്നൊന്നും തരുന്നില്ല, അതുകൊണ്ടാണ് കേക്ക് ചോദിച്ചിട്ട് ജിലേബി ലഡു ഒക്കെ തരുന്നു. സൈലൻ്റ് ആയിട്ടിരിക്കുക. പരിശുദ്ധാത്മാവ് സംസാരിക്കും നിശബ്ദതയിൽ. ദൈവസ്വരം കേൾക്കുന്ന ഒരാളാണ് സ്പിരിച്വൽ പേഴ്സൺ, ആത്മീയ ജീവിതം. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വചനഭാഗം എടുത്തേ, അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 32-ാമത്തെ വാക്യം. ദൈവസ്വരം കേട്ട് അനുസരിക്കുന്നവരെ നയിക്കുന്നത്, ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. യോഹന്നാന്റെ സുവിശേഷം അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം. ആക്ട്സ് 5:32. പെട്ടെന്ന് എടുക്കുക. ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും കാതലായ ഒരു അടയാളമാണ് അപ്പോസ്തല പ്രവർത്തനം 5:32. ഒരുമിച്ച് വായിച്ചേ. ഈ സംഭവങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ്, തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇതിന് സാക്ഷികളാണ്. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ ആർക്കാ കിട്ടുക? ദൈവത്തെ അനുസരിക്കുന്നവർക്കാണ്. ദൈവത്തെ അനുസരിക്കുക എന്ന് വെച്ചാൽ എന്താ? ഇപ്പം അച്ഛൻ പറയാണ് നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്നേ എന്ന് പറയുമ്പോൾ നിങ്ങൾ അനുസരിക്കുന്നു അല്ലേ? നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടിരിക്കാം. നിങ്ങൾ അനുസരിക്കുന്നു. അനുസരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? കേട്ടാലേ അനുസരിക്കാൻ പറ്റുള്ളൂ, ശരിയല്ലേ? ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു കുറിപ്പടിയെങ്കിലും എഴുതി തരണം, ഒന്ന് എഴുന്നേറ്റിരിക്കാമോ എന്ന് പറഞ്ഞു. നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിക്കുന്നുണ്ടെങ്കിൽ, അനുസരിക്കുന്നവർക്കാണ് ആരെ കിട്ടുക? എന്നെ അനുസരിക്കുന്നല്ല കേട്ടോ പറഞ്ഞേ, ദൈവത്തെ അനുസരിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുക. ദൈവത്തെ അനുസരിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സ്വരം കേൾക്കണം. സോ ആത്മീയ ജീവിതം പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട അടയാളമാണ് അവർ ദൈവസ്വരം കേട്ട് ജീവിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കറിയാവുന്ന ഒരു വചനഭാഗം എടുക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ 13-ാമത് ഇതേ എടുക്കാവോ? 13:34-35. ഈശോയുടെ ശിഷ്യർ, ഈശോയുടെ മക്കൾ എങ്ങനെ ജീവിക്കണം, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആത്മീയ ജീവിതം എന്താണെന്ന് ഈശോ തന്നെ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 13-ാമത് അധ്യായം 34-35 വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കാം. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ.
ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. സോ ഒരു ആത്മീയ മനുഷ്യൻ്റെ, ക്രിസ്തു ശിഷ്യൻ്റെ അടയാളം ഈശോ പറയാണ്, നിങ്ങൾ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? എങ്ങനെ സ്നേഹിക്കണം? ഞാൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിച്ചാലേ നിങ്ങൾ ആരായിട്ട് മാറുള്ളൂ? ഹലോ, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായിട്ട് മാറുള്ളൂ. ഞാൻ ശ്രദ്ധിച്ചിരിക്കുക, ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങളെ സ്നേഹിക്കണം. അപ്പം നമ്മൾ തീരുമാനിക്കുകയാണ് സ്നേഹിക്കാം. ആ സ്നേഹിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈശോ പറഞ്ഞത് അനുസരിക്കുന്നു. കാരണം ഇങ്ങനെ സ്നേഹിക്കാൻ ആരാ പറഞ്ഞേ? ഈശോ. അനുസരിക്കുന്നവൻ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നവൻ ശിഷ്യനായി മാറുന്നു. കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? ഇല്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി തൊട്ടടുത്ത അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന് വാഗ്ദാനം ചെയ്യുന്ന വചനഭാഗം വായിക്കാം. 14-ാമത്തെ അധ്യായം 15-16. ഇപ്പോൾ വായിച്ച വചനത്തിൻ്റെ ഒരു തുടർച്ച പോലെ അങ്ങ് വായിക്കുക. ഈശോ പറയാണ്, നിങ്ങൾ സ്നേഹിക്കണം, സ്നേഹിച്ചാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ്. 14-15 വായിച്ചേ. നിങ്ങളെങ്ങനെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. പിടികിട്ടുന്നുണ്ടോ? ശിഷ്യരാണെങ്കിൽ കൽപ്പന പാലിക്കും, അനുസരിക്കും. അനുസരിക്കുന്നവർക്ക് എന്ത് കിട്ടുമെന്ന് അപ്പസ്തോലപ്രവൃത്തി 5:32 വായിച്ചേ. പരിശുദ്ധാത്മാവിനെ ലഭിക്കും. ഈശോ പറയുന്നത് ശ്രദ്ധിച്ചേ. 16-ാം വാക്യം, 14-16. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരികയും ചെയ്യും. എന്ന് വെച്ചാൽ ആ സഹായകനെ, പരിശുദ്ധാത്മാവിനെ കിട്ടുന്ന ആർക്കാണ്? കൽപ്പന അനുസരിക്കുന്നവർക്കാണ്. അനുസരിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുക. ആ അനുസരിക്കുന്നവരാണ് ഈശോയുടെ സ്നേഹിതർ, ശിഷ്യർ, ക്രിസ്ത്യാനികൾ, ആത്മീയ മനുഷ്യർ. പറയാം ഹല്ലേലൂയ. 3 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. 1, പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടുന്നൊരു ജീവിതം, നിയന്ത്രിക്കപ്പെടുന്നൊരു ജീവിതം. 2, പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുന്ന ജീവിതം. 3-ാമത്തെ അടയാളമാണ് ദൈവത്തിൻ്റെ സ്വരം കേട്ട് ജീവിക്കുന്ന മനുഷ്യർ. നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലല്ലേ വായിക്കുക, 30-ാമത്തെ അധ്യായം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യമാണ്. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. സ്വരം കേൾക്കും, തീരുമാനങ്ങൾ ക്ലിയർ ആവും, എടുക്കുന്ന തീരുമാനങ്ങൾ അബദ്ധമാകാതെ പോവും, അഭിഷേകമായിട്ട് മാറും. ആരുടെ സ്വരം കേട്ടാൽ? കർത്താവിൻ്റെ ചെറിയ ആ സ്വരം കേട്ടാൽ. പരിശുദ്ധാത്മാവിനെ കേൾക്കുക, പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുക. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള മാർപ്പാപ്പ ആരെന്ന് ചോദിച്ചാൽ ഇവിടെ ഏകദിന കൺവെൻഷനൊക്കെ വന്നവർക്ക് അറിയായിരിക്കും, ബെനഡിക്റ്റ് പാപ്പയാണ്. പിന്നെ ഇഷ്ടമുള്ള ഒരാളാണ് വിശുദ്ധ ജോൺ പോൾ പാപ്പ. എനിക്ക് സഭാചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹവും ഏറ്റവും കൂടുതൽ ഒരു ഫാനായി പോയാൽ ഞാൻ ഫാനായി പോകുന്ന 2 വ്യക്തികളാണ്. ഒന്ന് ബെനഡിക്റ്റ് പാപ്പയും 2 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും. പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വായിച്ചു. ബെനഡിക്റ്റ് പാപ്പയെ വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്താൻ വേണ്ടി ഉടനെ പോകുന്നു. വലിയ വേദപാരംഗതന് ആയിട്ടൊക്കെ മാറട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനിന്ന് ഒരു കുഞ്ഞു കാര്യം ഒന്ന് പെട്ടെന്ന് ഇതിനോട് ചേർത്ത് ചിന്തിക്കാൻ ഓർമ്മ വന്നൊരു കാര്യമാണ്. നമ്മുടെ വിശുദ്ധ ജോൺ പോൾ പാപ്പ അല്ലേ, എന്തൊരു വലിയ മനുഷ്യൻ, എത്രയോ കാര്യങ്ങൾ ചെയ്തു, ഇത്രയധികം രാജ്യങ്ങൾ സന്ദർശിച്ച്, ഇത്രയധികം എഴുത്തുകൾ എഴുതി, ഇത്രയും വലിയൊരു കാലം സഭയെ നയിച്ച, 3-ാം സഹസ്രാബ്ദത്തിലേക്ക് സഭയെ നയിച്ച, പരിശുദ്ധാത്മാവിൻ്റെ കൊടുങ്കാറ്റിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിച്ച പാപ്പയാണ്. പാപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്രാർത്ഥനയുണ്ട്, വെനി ക്രിയാത്തോർ സ്പിരിത്തൂസ്, സൃഷ്ടാവായ റൂഹായെ ഇറങ്ങി വന്നാലും ഞങ്ങളുടെ മനസ്സുകളെ നവീകരിച്ചാലും എന്നുള്ളൊരു പ്രാർത്ഥന. ഇപ്പോൾ ജോൺ പോൾ പാപ്പ സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനകൾ ഒന്നാണെന്ന് പറയും, വെനി ക്രിയാത്തോർ സ്പിരിത്തൂസ്. സഭയിലൊരു 1000 വർഷത്തിൻ്റെയൊക്കെ ഒരു പാരമ്പര്യമുള്ള, അതിലധികം വർഷത്തിൻ്റെ പാരമ്പര്യമുള്ള പ്രാർത്ഥനയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ പുസ്തകങ്ങളൊക്കെ അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ലത്തീനിൽ വായിക്കാനൊക്കെ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. മിനിമം മലയാളത്തിലെങ്കിലും വായിച്ച് പ്രാർത്ഥിച്ചേക്കുക. ഈ ജോൺ പോൾ പാപ്പയുടെ ഒരു കാര്യം ഇങ്ങനെയാണ്, അതായത് എന്തെങ്കിലും വലിയ പ്രതിസന്ധി വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ആരാധന ചാപ്പലിൽ പോയിരിക്കും ജോൺ പോൾ പാപ്പ. എന്നിട്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ് പാപ്പ നടത്തുക. ആദ്യം പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കും, എന്നിട്ട് ഇങ്ങനെ ഈശോയോട് പറയും, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്, നീ എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, നീ എന്നോട് സംസാരിക്കും. സിമ്പിൾ പ്രെയറാണ്. ഒക്കെ വലിയ പ്രാർത്ഥനയില്ല. ആദ്യം പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കും, സൃഷ്ടാവായ പരിശുദ്ധാത്മാവെ വന്നാലും എൻ്റെ മനസ്സിനെ നവീകരിച്ചാലും നീ സൃഷ്ടിച്ച എൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തിയാലും. ഇതിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വളരെ സിമ്പിളായ ബട്ട് പവർഫുള്ളായ ഒരു പ്രാർത്ഥന ജോൺ പോൾ പാപ്പ ആരാധന മുമ്പിൽ ഈശോയോട് പറയും, ഈശോയെ ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, നീ എന്നോട് പറയുക. എന്നുവെച്ചാൽ ദൈവഹിതം അറിയാൻ, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പാപ്പ അവിടെ ഇരിക്കുമായിരുന്നു. ഇവിടെ ജോൺ പോൾ പാപ്പയെക്കുറിച്ച് പറയുന്നതാണ്, ഉത്തരം കിട്ടിയിട്ടേ അവിടുന്ന് എഴുന്നേക്കോളം. ചില സമയങ്ങളൊക്കെ ജോൺ പോൾ പാപ്പയെ പേപ്പർ പാലസിൻ്റെ പാപ്പ കൊട്ടാരത്തിൻ്റെ ആ ഭാഗങ്ങളൊന്നും കാണുന്നില്ല, പബ്ലിക് സ്പേസുകളിൽ കാണുന്നില്ല. എവിടെയാന്ന് നോക്കുമ്പോൾ ആരാധനയ്ക്ക് ഇരിക്കുകയാണ്. എന്നുവെച്ചാൽ എന്തോലും വലിയ പ്രശ്നത്തെ നേരിട്ടുകൊണ്ടിരിക്കുക, സഭയായിരിക്കാം, കൂട്ടായ്മയായിരിക്കാം, ഇല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന വലിയൊരു കാര്യമായിരിക്കാം.
ആകുലപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങൾക്കും ജോൺ പോൾ പാപ്പ ചെയ്തതാണ്, നേരെ പോയി ആരാധനയ്ക്ക് ഇരിക്കും, എന്നിട്ട് ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കും, വാട്ട് ഷുഡ് ഐ ഡു നൗ, ഞാൻ ഇപ്പം എന്നാ ചെയ്യണം, നീ പറ. ഒറ്റത്തവണ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവല്ല, കർത്താവിൻ്റെ സ്വരം കേട്ടിട്ടേ എഴുന്നേറ്റ് പോകുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഓരോ സമയങ്ങളിലും ജോൺ പോൾ പാപ്പ ആ സ്വരം കേട്ടിരുന്നു എന്നാണ് സാക്ഷ്യം. പറഞ്ഞേ ഹല്ലേലൂയാ. എന്ന് വെച്ചാൽ കർത്താവ് എനിക്ക് കർത്താവ് ഇതെനിക്ക് മനസ്സിലാവുന്നില്ല, ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നമ്മുടെ ജോൺ പോൾ പാപ്പയുടെ കാര്യമല്ല, നമ്മൾ ഓരോരുത്തരുടെ മുമ്പിൽ കർത്താവ് ഞാനിനി എന്നാ ചെയ്യണം, ഞാൻ ആരോട് ചോദിക്കണം, ഉത്തരം കിട്ടുന്നില്ല, എന്നാ ചെയ്യണം അറിയത്തില്ല. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, വചനം നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നില്ലേ? ജെറമ്യാ 33:3, നിന്റെ ബുദ്ധിക്കതീതമായ നിഗൂഢമായ എന്ന് വെച്ചാൽ നിനക്ക് ഒരു പിടിയും കിട്ടാത്ത കാര്യം പോലും ഞാൻ നിന്നോട് പറഞ്ഞു തരാം, നീ എന്നെ വിളിക്ക്, നീ എന്നെ വിളിക്ക്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 29-ാം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് വന്നിരുന്ന് എന്നെ വിളിക്ക്, എൻ്റെ അടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്ക്, ഞാൻ നിനക്ക് ഉത്തരം തരാം. പ്രിയപ്പെട്ട സ്വരങ്ങൾ, നമുക്ക് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ മനുഷ്യരെ ഓടിച്ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ചെന്ന് നിങ്ങൾ സമയം കളയാതെ പ്ലീസ് സിറ്റ് ഫോർ അഡോറേഷൻ. കാരണം നമ്മൾ ആത്മീയ മനുഷ്യരാണ്, ആത്മീയ മനുഷ്യർ ആത്മീയ ഉപദേശങ്ങൾ ആത്മാവിനോട് തന്നെ ചോദിക്കണം. കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് നയിക്കും, ഒരു സംശയവും. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരൻ, മുമ്പിൽ എന്തും വരട്ടെ, നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ എന്തും വരട്ടെ, എന്ത് സംഭവിക്കട്ടെ, പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ശക്തിപ്പെടുത്തും, നിയന്ത്രിക്കും, നയിക്കും. ദൈവസ്വരം നിങ്ങൾ കേൾക്കും. ദൈവസ്വരം കേട്ട് കർത്താവെ നീ എന്നെ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞതാ, എന്നെ നയിക്കണേ എന്ന് പറയുക. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ഏശയ്യാ 40:31. അങ്ങനെ കർത്താവിൽ ദൈവത്തിൻ്റെ മക്കളായിട്ട് ദൈവത്തെ ആശ്രയിക്കുന്നവർ, അവർ തളരത്തില്ല, അവർ വീണു പോകത്തില്ല, അവർ ചിറകടിച്ചുയരും, ശക്തി പ്രാപിച്ച് അവർ വീണ്ടും വീണ്ടും പറക്കും. കാരണം നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് നയിക്കട്ടെ. കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വിട്ടുകൊടുത്തു. സ്വൈര്യമായൊരു ജീവിതം, ശാന്തമായൊരു ജീവിതം, ഭാരം കുറഞ്ഞൊരു ജീവിതം നിങ്ങൾക്കുണ്ടാവും. സന്തോഷം പറയാം ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ.